Hello everyone, welcome back to yet another video of R&B Vlogs. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ലൊക്കേഷൻ ഒരു ഉള്ളിലേക്കുള്ള ലൊക്കേഷൻ. കോഴിക്കോടാണോ എന്ന് വെച്ചാൽ കോഴിക്കോടാണ്, ബട്ട് കോഴിക്കോട് അല്ലേന്ന് വെച്ചാൽ കോഴിക്കോട്. എവിടെ? മലപ്പുറത്തൊരു കോട്ടക്കലുണ്ട്, ഇവിടെ ഒരു കോട്ടക്കലുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കൊല്ലം കണ്ടു. ഒരു കൊല്ലം മാറിപ്പോയി കർത്താവേ. അല്ല, ഒരു സ്ഥലം പോലെ നമ്മള് കൊല്ലംകാരെ ട്രോളുമ്പോ ഇവരും കൂടെ ഉൾപ്പെടൂലേ? ഇത് വേറെ കോട്ടക്കല്, ഞങ്ങളവിടെ ഒരു കോട്ടക്കലുണ്ട് മലപ്പുറത്ത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ലൊക്കേഷനിലോട്ട് പോയി. ഇത് അത്യാവശ്യം ഇവിടെ ചൂസ് ചെയ്ത ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. കോഴിക്കോടൊന്നും പോവാണ്ട് നമ്മളെ മറ്റേ കൊയിലാണ്ടി, ഇവിടെ പയ്യോളി കഴിഞ്ഞ് തിക്കോടി കഴിഞ്ഞിട്ട് അങ്ങനെ കൊറേ അപ്പൊ ജസ്റ്റ് ലൊക്കേഷൻ നമ്മളവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ആ ലൊക്കേഷൻ കമന്റ് ചെയ്യാം. അത്യാവശ്യം റീലൊക്കെ കണ്ടിട്ടുള്ള ലൊക്കേഷൻ. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. Can you feel your back now? കാലും ബാക്കൊക്കെ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മളൊരു ലോങ് ട്രിപ്പ് ബൈക്കിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അത് നടക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടി വരും. എനിക്ക് ഒരു മണിക്കൂറത്തെ യാത്ര തന്നെ മതിയായി. ഒരു മണിക്കൂർ എനിക്ക് മര്യാദ പറ്റുന്നില്ല. അപ്പോഴേ ലോങ് ട്രിപ്പ് ഇതിന്റെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ലൊക്കേഷൻ എത്താം. ഇഫ് ഇറ്റ് വർത്ത് ഇറ്റ് ഓർ നോട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ഡിസൈഡ് ചെയ്യാം. ഇത് എന്റെ ബക്കറ്റ് ലിസ്റ്റ് ആണ് ഗൈസ്. ഇത് എന്റെ ഐഡിയ ഉണ്ടെന്ന് ബക്കറ്റിലേക്ക് എടുത്തിട്ടാണ് ലിസ്റ്റ് ആയി. അല്ല, ഇത് എന്റെ ഐഡിയ ഉണ്ടല്ലേ. ഇത് നിന്റെ ഐഡിയ അല്ല, എന്റെ ഐഡിയ എന്താണ് ഇങ്ങനെ. അല്ല, യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ. അല്ലാതെ നമുക്ക് നോക്കാം പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെ കാര്യം ഉണ്ടാവണല്ലോ. നമുക്ക് നോക്കാം ലൊക്കേഷൻ എത്തിയിട്ട്. നമ്മൾ കൊറേ കാലമായി എന്താ പറയാ, കല്യാണത്തിന് ഒരു തിരക്കിന്റെ ഇടയിൽ ഒരു വ്ളോഗ് ചെയ്യാൻ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ ഏതായാലും അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ, സമയം ഇപ്പോൾ 1 മണിയാവാറായിട്ടുണ്ട്. ഏകദേശം 12:38. നമ്മളിപ്പോഴാണ് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് നമ്മൾ ആ റീലൊന്നും കണ്ട ലൊക്കേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ആകെ പണി ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തട്ടോടെ കണ്ടൊരു സ്ഥലം കണ്ട്. അത് നമുക്ക് ഇത്രയും നേരം എന്താ പറയുക വീർപ്പിച്ചിരുന്ന മുഖം ഇപ്പം കണ്ടോളൂ. ഇങ്ങോട്ട് നോക്കൂ. മരുഭൂമിയിൽ മഴ പെയ്ത പോലെ തോന്നി സത്യം. ഇപ്പോഴും നമ്മൾ ലൊക്കേഷനിൽ വന്നു, ബീച്ചിലെത്തി. പക്ഷെ ആ ഒരു കണ്ടൽക്കാടൊക്കെയുള്ള സ്ഥലം കണ്ടടിക്കേണ്ടി വരും. ചോദിച്ചാലോ, പഴംപൊരി പിന്നെ സർവത്ത മൂരുകളും കഴിക്കാം. സമാധാനമായല്ലോ അല്ലേ? കുറേശ്ശെ പക്ഷെ ഈ അലമാരി അവസാനം എന്നിട്ട് ഈ ഒരു ചേച്ചി നിർത്തണ കട അവിടെ ചോദിച്ചു. ആഫ്റ്റർ എ വാർ അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് കണ്ടോ, ഇതിലാണ് വരേണ്ടത്. ഞങ്ങൾ കുറേ കറങ്ങി. കുറേ വെച്ചാൽ ഒരു 2 കിലോമീറ്റർ അപ്പുറം നമ്മൾ അഴിമുഖത്തേക്കാണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിച്ചത്. അവിടെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നിന്റെ ഹെൽമെറ്റ് വരണം. വഴി ചോദിച്ചു നമ്മൾ. അപ്പം മിനി ഗോവ എന്നാണ് കറക്റ്റ് ലൊക്കേഷൻ്റെ പേര് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ കൊളാവി ബീച്ച് പറഞ്ഞിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴ അഴിമുഖത്ത് കൊണ്ട് ഇറക്കും. മിനി ഗോവ കോഴിക്കോട് അങ്ങനെ കാണിക്കുന്ന ലൊക്കേഷൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ എത്തി വഴി ചോദിച്ചിട്ട് വരണം. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ മാപ്പിനെ മാത്രം ഫോളോ ചെയ്തിട്ട് 12:45 12:50 അങ്ങനെ. അയ്യോ നടന്നെത്താൻ കഴിയുന്നില്ല. യെസ്, കാല് നീണ്ടു പോകുന്നതല്ലേ. പിന്നെ നല്ല ഉച്ചയായിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ലൊക്കേഷൻ ബീച്ച് പോകുന്നത് അതെ ആൾക്കാരെ കണ്ടിട്ടോ.
കാരണം രാവിലെ നമ്മളെ പോലെ രാവിലെ ഇറങ്ങുന്നവരുണ്ടാവും, എത്തുമ്പോ ഉച്ചയാവുന്നവര്. കുഴപ്പമില്ല, നമുക്ക് ഏതായാലും ലൊക്കേഷൻ നോക്കാം. അങ്ങോട്ട് നോക്കിയേ, അതായത് ഗൈസ് അപ്പുറത്താണ് ഈ കടല്, ഇപ്പുറത്തെന്താ പ്രത്യേകിച്ചൊന്നും പുഴ പോലത്തെ ഒരു സംഭവം, അപ്പുറത്ത് കടല്. നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ല രസമുണ്ട്. നല്ലൊരു തണുപ്പുള്ളൊരു വൈബ്. തണുപ്പല്ല, നല്ല ഫീലല്ല, നല്ല തണുപ്പുണ്ട്. കണ്ടൽക്കാടുകളാൽ നിറഞ്ഞൊരു സ്ഥലം. നല്ല വ്യൂ ആണ് കേട്ടോ. എന്തായാലും വന്നത് വെറുത്തായിന്ന് ഞാൻ പറയുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ലോകം വന്നതിനിപ്പോ ഭയങ്കര ഇതായതോന്നുള്ളത്. കുഴപ്പമില്ല, കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പ്. ഈ ഒരു ഉച്ച സമയത്ത് ഒരു 1:30 സമയം, നട്ടുച്ച സമയം എന്തുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഈ കണ്ടൽക്കാടൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ നല്ല രസമുണ്ട്. അത്യാവശ്യം പിന്നെ എന്താണ് ക്ലൈമറ്റ് വലിയ പ്രശ്നമില്ല. അപ്പുറത്ത് കട മീനല്ല, ഇവിടെ എന്തുണ്ട് ഇതല്ല പോയി തോന്നുന്നു. രസമുണ്ട്, കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് റൂട്ടാണ്. റൂട്ട് തെറ്റി വേറെ പോകും വേഗം. കൊറേ ഈടുവഴികള്, കൊറേ കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട്. അപ്പൊ ഗൈസ് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു. മിനി ഗോവ ഈസ് സംതിങ് സ്പെഷ്യൽ. ഒരുപാടൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു പോർഷൻ ഉള്ളത് നല്ല അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ബോർഡ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ മണലെടുത്തിട്ടൊക്കെ കുറച്ച് ഇടിഞ്ഞ സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ട് അധികം അപ്പുറത്തേക്ക് കടലുമാണ്. നേരെ ഇങ്ങനെ ഒറ്റ കടലിലേക്ക്, ഇത് നേരെ പുഴയും കടലും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ട് ഹാപ്പി അല്ലേ? വാലന്റൈൻസ് ഡേക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ എൻ്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്? ഇപ്പൊ കിട്ടിയ ചോക്ലേറ്റ് ഗിഫ്റ്റ് അല്ലേ? അത് ചോക്ലേറ്റ് ഡേ അല്ലേ? നമ്മ സാധാരണ ഇങ്ങനെ ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല ഗൈസ്. ഇങ്ങനെ ആ ഡേ ഈ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ടെഡി ഡേ, ചോക്ലേറ്റ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ ആഘോഷിക്കില്ല. ഇപ്പൊ പിന്നെ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ചോക്ലേറ്റ് ഡേ ആക്കി പ്രഖ്യാപിച്ചതാണ്. ആണോ? വാട്ട് എ കോയിൻസിഡൻസ്. അത്രയ്ക്കാണ്. അപ്പൊ എന്നിട്ട് എന്താ പറയാ, അപ്പൊ വാലന്റൈൻസ് ഡേക്ക് അന്ന് ഇതാണ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്വാഭാവികം നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ഡേ ഒക്കെ വർക്കിംഗ് ഡേ ആയിട്ട് നമ്മൾ ഒന്നെങ്കിൽ അതിന്റെ മുന്നേ അല്ലെങ്കിൽ പിന്നിലെ ഔട്ട് പോകും. ബർത്ത്ഡേ വരുമ്പോഴും ആനിവേഴ്സറി വരുമ്പോഴും എല്ലാ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ നമ്മൾ അങ്ങനെ അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം ചൂസ് ചെയ്തിട്ട് വീക്കെൻഡ്സിലൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ഒന്നും നടന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു സ്പോട്ട് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു. വേറെ എവിടെയും കയറാൻ പറ്റുമോ അറിയില്ല. കാരണം ഇതന്നെ നല്ല അത്യാവശ്യം ലോങ് ഉണ്ട്. ഇനിയിപ്പോ തിരിച്ചവിടെ എത്തുന്നത് സിറ്റിയിൽ എത്തുന്നത് നല്ല ടൈം എടുക്കും.
നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല ലോങ്ങിലേക്കാണ്. എന്തായാലും മസ്റ്റ് വാച്ച് വാച്ച് മൂവി ഫസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഒരു ഇംഗ്ലീഷുകാരൻ വന്നേക്കണം, ഒരു പരിഷ്കാരി. അപ്പം നമ്മൾ ഈ സ്പോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സ്പോട്ട് ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് റാൻഡം പിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പോട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാം. നമ്മൾ ആ സ്പോട്ട് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ചൂസ് ചെയ്ത സ്ഥലം എങ്ങനെയുണ്ട്? വരുന്ന വഴിയും ദൂരം ഒഴിച്ച് ബാക്കിയെല്ലാം ഒക്കെയാണ്. കോഴിക്കോടുകാർക്ക് ഇത് കുറച്ച് അടുത്താണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ല ലോങ്ങാണ്. ഞാൻ അവിടുന്ന് വന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല കോഴിക്കോട് തന്നെ മെയിൻ സിറ്റിന്ന് ഏകദേശം 1.5 hours ഓഫ് ജേർണി ഉണ്ട്. അപ്പം അവള് തിരൂരിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒന്നും കൂടെ വരുമ്പോൾ നല്ലൊരു ഡിസ്റ്റൻസ് ആണ്. എന്തായാലും ഇവിടെ അത്യാവശ്യം വോയിസൊക്കെ ആയി തുടങ്ങി. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മൈക്ക് ഇൻക്ലൂഡ് ചെയ്യും, അതാണ് ചേഞ്ച്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങൊക്കെ കാണാം. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് മെൻ്റായിട്ട് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്ത് ഒക്കെ സെറ്റായി. കുറച്ച് നേരം അങ്ങോട്ടും കൂടെ നടത്തി അങ്ങോട്ട് പോകണ്ട, പൂണ്ടുപോയാല് ഇവിടെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറച്ച് കണ്ടൽക്കാടുകളാണ്. നമുക്ക് വേണമെങ്കിൽ സേവ് ദ ഡേറ്റ് ഇവിടെ നോക്കിയാല് സേവ് ദ ഡേറ്റ് ഇവിടെ നോക്കിയാല് എന്താ ഈ ഓട്ടകൾ എന്തൊക്കെയാ? ഞണ്ടിന്റെ ആയിരിക്കും, ഞണ്ടിന്റെ ഓട്ട. ഇവിടൊക്കെ വെള്ളമായിരിക്കും ആദ്യം, പിന്നെ ഇതായതാ കണ്ടോ ഫുള്ള് കണ്ടൽക്കാടാണ്. നമുക്ക് സേവ് ദ ഡേറ്റ് ഇവിടെ നോക്കിയാലോ? ഇവിടെ എന്തോ നടക്കുന്നുണ്ടോ? ഇവിടെ എന്തോ ബ്രൈറ്റ് ടു ബി തോന്നുന്നുണ്ട്. ഒറ്റ സാധനം അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഫുള്ള് കണ്ടൽക്കാട്. അവിടെ ഈ പിന്നി കാണുന്നൊക്കെ നല്ല രസമുണ്ടല്ലേ? ഫുള്ള് കണ്ടൽക്കാടാണ്, നല്ല രസമുണ്ട് കാണാൻ. നല്ല തണുപ്പ്. ഈ കണ്ടൽക്കാട് ഉള്ള സ്ഥലത്ത് നല്ല തണുപ്പാ. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാല്ലേ? എന്നാലും മെല്ലെ ഇറങ്ങാം. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇനി നേരെ ടൗണിലെത്തിട്ട് അത് മതി, വിശപ്പില്ല. നോക്കാം, എന്താ ഇടയ്ക്ക് നല്ല ഏതെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം. അല്ലാതെ നമുക്ക് ഹൈലൈറ്റിലെത്തിയിട്ട് അവിടുന്ന് കഴിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സ്ഥലം വന്നിട്ടില്ല, വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഹാങ് ഔട്ട് ചെയ്യാൻ കുറച്ചൊരു കാമായിട്ടുള്ള ഒരു പ്ലേസാണ്. നല്ല തണുപ്പ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വിസിറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു പ്ലേസ്. അപ്പോൾ എന്തായാലും എന്നിട്ട് നിങ്ങൾ ലൊക്കേഷൻ വിസിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അഥവാ നിങ്ങൾ ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും അതെ, അപ്പം എന്തായാലും തൽക്കാലത്തേക്ക് മിനി ഗോവയ്ക്ക് വിടാം. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഹൈലൈറ്റ് മാളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. KBC നോക്കണം. അവിടെ ഫുഡ് തീർന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. തീർന്നു പോയിട്ടില്ലേ വേറെ പ്ലാൻ നോക്കേണ്ടി വരും അല്ലേ? ഫസ്റ്റ് വാഷ്റൂം ദെൻ ഫുഡ്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് മോഡ് ഓൺ. ഇനിയിപ്പോൾ ഇവിടുന്ന് മുതിപ്പിക്കാതെ പോവുകയുണ്ട്. പക്ഷെ ഇതൊന്നും ആവില്ല എന്നുള്ളതാണ് വാസ്തവം. ശരി എന്നാലേ കയറാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിലാണ്. അങ്ങനെ നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ബിരിയാണി ഇഷ്ടമായില്ലേ? അതെ, ഞാൻ മുന്നേ എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കന്നും ഇത് അഭിപ്രായമായിരുന്നു. ബിരിയാണി ഓക്കെയാണ്, ഫോർ ദ പ്രൈസ് ഓക്കെ ആയിട്ട്. പിന്നെ റൈസിനൊത്ത മസാലയില്ല, കുറച്ച് മസാലേൻ്റെ ഒരു ഡോമിനേഷൻ അതിൽ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ മിനി ഗോവ മിസ് ഔട്ട് ചെയ്യാതെ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. നമ്മളവിടെ സ്പെൻഡ് ചെയ്ത ഡെസ്റ്റിനേഷൻ പുറത്താണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടായി. പിന്നെ അതേപോലെ നമ്മൾ അത്രയും ദൂരം തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല ടയേർഡായി പോയി. ഇവളൊക്കെ ആകെ സീനായിരുന്നു. ബൈക്കിൽ അങ്ങനെ അത്രയും ഞാനും അത്ര ദൂരം അവളെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ട്.
അങ്ങനെ വി കുഡ്ന്റ് ഈവൻ ഫീൽ അവർ ബാക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അരിച്ചിട്ട് അറിയുന്നില്ല ഇരിക്കുന്നു. അങ്ങനെ പിന്നെ ഇവിടെ എത്തി പിന്നെ ഫുഡൊക്കെ പിന്നെ കഴിച്ച് ട്രാഫിക് സെറ്റായി. ഒന്നുമില്ല, പക്ഷെ വളവും തിരിവൊക്കെ കുഴപ്പമില്ല. സ്ട്രെയിറ്റ് വേ ആണ്, പക്ഷെ ഗട്ടേഴ്സൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പൊടി അങ്ങനെ പിന്നെ എന്തായാലും ഇവിടെ എത്തി ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഓക്കെ ആയില്ലേ, ഓക്കെ ആയി. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം, നേരെ വീട്ടിലേക്ക്. എന്റെ കൂടെ ഇല്ല. ഇവിടുന്ന് ബബ്ബായി പറയണം. ഇനിയിപ്പോൾ ഇവിടുന്ന് അവളെ ബസ് കയറ്റി വിട്ടിട്ട് നേരെ അവിടുന്ന് അവളുടെ ബ്രദർ വരും സ്റ്റാൻഡിൽ. ആ രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ വന്ന അന്ന് എന്താ സംഭവിച്ചു വെച്ചാൽ ഞാൻ അവിടെ എത്തി. അവിടെ നിന്ന് 9 മണിക്കായിരുന്നു ട്രെയിൻ. അത്രയും പോസ്റ്റായി പിന്നെ തിരിച്ചിട്ട് നല്ല ലേറ്റ്. അതുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്താണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. നോക്കാം, എന്ത് ചെയ്യാൻ ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ആവുകയല്ലേ. അപ്പം എന്തായാലും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ. വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം.